എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വാർത്താ വിശകലന വീഡിയോ ആണ് പ്ലാൻ ചെയ്തത്. എന്നാൽ വലിയ വിശകലനം നടത്തി കഴിഞ്ഞാൽ അതെനിക്ക് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നത് കൊണ്ട് വലിയൊരു വിശകലനത്തിലേക്ക് പോകുന്നില്ല. ഞാനൊരു വലിയ വിശകലനം നടത്തി കഴിഞ്ഞാൽ ഒരു ഭാഗം ആളുകൾ എന്നെ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഭാഗം ആളുകൾ, എൻ്റെ ശത്രുപക്ഷത്ത് സ്ഥിരമായി നിൽക്കുന്ന ആളുകൾ എന്നെ ചിലപ്പോൾ പൂവിട്ട് പൂജിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഈ രണ്ടു ഭാഗം ആളുകളോടും എനിക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ടും അത്തരത്തിലുള്ള ആൾക്കാരെ ഈ ഒരു ചാനലിലെ കമന്റ് ബോക്സിൽ എന്റർടൈൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും ഞാൻ ആ ഒരു അറ്റംപ്റ്റിന് മുതിരുന്നില്ല. വ്യൂ പോയിന്റ് ഷെയർ ചെയ്യാം. അതിനു മുൻപ് KT ജലീൽ MLA ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ കുറിച്ചിട്ടും സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ചിട്ടും പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കേൾപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. ഏതായാലും ആ ഒരു കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന് KT ജലീൽ. സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നിർദ്ദേശിക്കണം. മതവിധി ഉണ്ടായാൽ മലപ്പുറത്തിനെ കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മനോരമ ന്യൂസ് നേരെ ചൊവ്വയിലാണ് KT ജലീലിന്റെ നിർണായക പ്രതികരണം. ഞാനൊരു മലപ്പുറംകാരൻ എന്നുള്ള നിലയിലും ഒരു മുസ്ലിം എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടുത്തെ മതസംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഇപ്പോ ഞങ്ങളുടെ നൂറുകണക്കിന് പള്ളികളുടെ ഖാദിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഒരു മതവിധി പ്രഖ്യാപിക്കട്ടെ. എന്ത്? സ്വർണ്ണ കള്ളക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനമായതുകൊണ്ട് അതിൽ വിശ്വാസികൾ ഇനിമേലിൽ ഇടപെടരുത്, അതിൽ ഇൻവോൾവ് ചെയ്യരുത്, അത് മതനിഷിദ്ധമാണ്. ഹവാല പണം ആ കാര്യത്തിൽ കാരിയർമാരാവുകയോ അക്കാര്യത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന്, വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയോ ചെയ്യരുത് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ മലപ്പുറത്തിന്റെ മേൽ ഇങ്ങനെയുള്ള അപകീർത്തികൾ ഉണ്ടാവുകയില്ല. ഒരു ജില്ലയെയും അവിടെയുള്ള പ്രബല സമുദായത്തെയും അതിലുള്ള ആളുകളെയും സംശയത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമാണ് KT ജലീൽ MLA നടത്തിയത്. അദ്ദേഹം അത് പിൻവലിക്കണമെന്ന് വെറും ഒരു ചിന്താശേഷിയില്ലാത്ത ലിബറലിനെ പോലെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്. അത് കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. അതിന്റെ കമന്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമുദായത്തിലുള്ള ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഒരു കണക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 60% കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്. ഈ മഹാരാഷ്ട്ര, തമിഴ്നാട് ആ ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പമൊക്കെ നമുക്കറിയാം. എന്നാൽ അവരെയൊക്കെ കടത്തി വിട്ടുന്ന തരത്തിലേക്കുള്ള പെർഫോമൻസ് ആണ് കേരളം എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്തെ ആളുകൾ കാഴ്ചവെക്കുന്നത്. കൂടുതൽ കടത്ത് സ്വർണം അവർ കൊണ്ടുവരുന്നുണ്ട്. അത് കൂടുതലായി മലബാർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രാദേശികമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ, ആർജവമുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. അതിനെ നഖശിതാന്തം എതിർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഈ ഒരു മേഖലയിൽ ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. KT ജലീൽ MLA പറയുന്നത് വിശ്വാസികൾക്കിടയിലേക്ക് മത നേതാക്കന്മാർ ഈ ഒരു തെറ്റിന്റെ വ്യാപ്തിയെ കുറിച്ചിട്ടുള്ള പ്രചാരണം നൽകണമെന്നുള്ളതാണ്. അപ്പോൾ അത് ഉറപ്പായും ചെയ്യരുത് എന്നുള്ള ഒരു കാര്യവും നിർബന്ധമായിട്ട് പറയണമെന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. വെറുതെയല്ല. NIA സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസുകാർ, അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതൊരു വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത്, സാർ, മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്നാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് എന്നോട് ചോദിച്ചു. സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ട് ഞാൻ പങ്കുവെച്ചത്, ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത്. പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ, യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക്, നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല. കേരളം, മലയാളം എന്നൊക്കെ പറയുന്ന സമയത്ത് വികാരം കൊള്ളിച്ചയുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപോലെയാണ് എന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോഴും കൂട്ടങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ദിവസം മതി, കഷ്ടിച്ചൊരു ദിവസം മതി. ഇതിനിടയിൽ നമുക്ക് പല കൂട്ടക്കാരായിട്ടുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറുന്ന സമയത്ത് ഭാഷ പോലും മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറാറുണ്ട്. ഇപ്പോൾ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ വേറെ ഒരു ജീവിത രീതി തന്നെ
പിന്തുടരുന്ന ആളുകളുണ്ട്. അതിനിടയ്ക്ക് തെക്ക് വടക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും അതിനിടയ്ക്കുള്ള മാറ്റി നിർത്തലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈബലായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരു പ്രദേശത്ത് നിന്ന് കൂടുതലായിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രാദേശികമായിട്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചുമ്മാ അനാവശ്യമായിട്ടുള്ള ലിബറലിസം എടുത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. എത്ര ദിവസം കിടക്കും? കേരള സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ. ഒരു സാമൂഹിക ബോധമില്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തയില്ല. അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമോ എന്നാണെന്ന് നോക്കുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം പൊരിച്ചാൽ കഴിക്കുന്നു. മനസ്സിലായി, എല്ലാം തിന്നു കഴിഞ്ഞു. ലോകത്തെവിടെ കേട്ടുണ്ടോ ഐസ്ക്രീം പൊരിക്കാൻ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ആദ്യം കേട്ട് ബന്ധപ്പെട്ട് എന്താണ് ഐസ്ക്രീം പൊരിക്കേ? അപ്പൊ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും. അവിടെ ഒറ്റ കൊരല. അപ്പൊ ഉള്ളിൽ ഐസ് പുറത്ത് പോകും. ഇത് പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? ഭക്ഷണത്തില് ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയില് ഒരു വേറൊരു പണിയില്ല. ഇത് പറയാം. മറ്റേ സോഡ ഉണ്ട്. എന്ത് സോഡ? ഇത് ഇഞ്ചി സോഡ എന്നൊക്കെ. സാധാരണ മനുഷ്യർ കുടിച്ചാൽ തലമിഞ്ഞ് വീഴുന്നുണ്ട്. അത് കൂടുതലൂരാ കിട്ടുകയാണ്. ഇവിടുന്ന് വണ്ടി വിടുക. ഏതാ സോഡ പിടിക്കാനേ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പോവാണ്. ഇതാണ് യുവാക്കള്. ആ യുവാക്കളോട് സംസാരിക്കാനുള്ളത്. അപ്പൊ ഞാൻ സംസാരിച്ച് നോക്കും. ഇവരെ ഉണർത്താൻ പറ്റുമോ നോക്കും. ഉണരുണ്ടെങ്കിൽ ഞാൻ വിടും. PV അൻവർ MLA പ്രാദേശികമായിട്ടാണ് ചില കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു യുവത്വത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ആ ഒരു സ്ഥലം ഗ്രോ ചെയ്യുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും വളരെ പോഷായിട്ടുള്ള ആംബിയൻസ് ഉള്ള ഹോട്ടൽസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത്രയധികം ജീവിതത്തെ വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. എന്നാൽ ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞാൽ, തെക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയധികം പോഷായിട്ടുള്ള അപ്രോച്ചുകളോ അത്രയധികം രസകരമായിട്ടുള്ള ടേസ്റ്റുകളോ ഒന്നും ആളുകളിൽ കാണാൻ സാധിക്കത്തില്ല. ഇവിടെയുള്ള ആളുകൾ, ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് അവിടെ ജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മലപ്പുറത്തേക്ക് പണം വരുന്നുണ്ട്. അവരത് നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല മാറ്റമാണ്. അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മലബാർ മേഖലകളിലേക്ക് പോകുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെൽത്ത് ഗ്യാപ്പ് കാര്യമായിട്ട് തന്നെ ഉണ്ട്. പണമുള്ളവന് കാര്യമായി തന്നെ പണമുണ്ട്, പണമില്ലാത്തവന് വലിയ കാര്യമായിട്ടുള്ള പണമില്ല. അപ്പോൾ ഇത് സാമുദായികമായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങളിൽ കാര്യമായിട്ട് തന്നെയുള്ള ഈ ഒരു വെൽത്ത് ഗ്യാപ്പ് യുവാക്കളെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാത്ത ഒരു രീതിയും പൊതുവേ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മതപരമായിട്ടുള്ള ഇടപെടലുകൾ കാര്യമായി തന്നെ ഉണ്ട്. ജീവിതത്തിൽ ഉടനീളം അല്ലെങ്കിൽ ഒരു ദിനത്തിൽ എല്ലാ നിമിഷങ്ങളിലും മതത്തിൻ്റെ ഇടപെടലുകൾ, ന്യൂനപക്ഷ മതങ്ങളുടെ കാര്യത്തിൽ ഇടപെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഒരു വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ലോജിക്കും ഇല്ലാത്ത ചില രീതികളും അത് ആൺ പെൺ ഭേദമന്യേ പിന്തുടരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ചില ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ മുണ്ടെടുക്കുന്ന രീതിയിലേക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ? വലിയ ലോജിക്കലായിട്ടുള്ള ആൻസറുകളൊന്നും അതിന് കിട്ടിയിട്ടില്ല. അത് അങ്ങോട്ടേ ഉടുക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്തൊക്കെ ഈ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടപെടലുണ്ട്. എന്നാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് KT ജലീൽ MLA പറഞ്ഞതുപോലെയുള്ള ഒരു ഇടപെടൽ വേണ്ടത് തന്നെയാണ്. വെൽത്ത് ഗ്യാപ്പിലേക്ക് തന്നെ തിരികെ വരുന്ന സമയത്ത് ഈ മത ന്യൂനപക്ഷം കാര്യമായിട്ട് തന്നെ ഇടപെടുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് യുവാക്കൾക്കിടയിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പഠിച്ച് ഒരു ജോലി വാങ്ങി ആ ഒരു ജോലി കൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ആ ഒരു കാലതാമസത്തെ അവിടെയുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ ഈസി ആയിട്ട് ചില ആളുകൾ പെട്ടെന്ന് വെൽത്തിയറായി മാറുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സമയം കൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ഗവേഷണത്തിൽ മലബാർ മേഖലയിലുള്ള ധാരാളം ചെറുപ്പക്കാർ ഇടപെടുന്നുണ്ട്. നമ്മൾ രസകരമായിട്ട് എന്നാൽ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്ത ഒരു ടോപ്പിക്കുണ്ട്, ഈ ഫെയർനെസ് ക്രീമുകൾ, മുഖം വെളുപ്പിക്കുന്ന ക്രീമുകൾ. കാര്യമായി തന്നെ പല ബ്രാൻഡുകളിൽ ഇറക്കി കച്ചവടം ചെയ്യുന്നത് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. അത്തരത്തിലുള്ള പല ബിസിനസ്സുകളും ആ ഒരു മേഖലയിലെ യുവാക്കൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള വിദ്യാഭ്യാസം പോലുമില്ല. ആ ഒരു കാര്യങ്ങൾ അഗ്രസീവായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്, വിദ്യാഭ്യാസം മാറ്റി നിർത്തി ചെയ്യുന്നത് ആ ഒരു വെൽത്ത് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ്. കാരണം കൂട്ടത്തിലുള്ള ആളുകൾ, കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് പോയാണെങ്കിലും വളരെ നേരത്തെ തന്നെ സമ്പാദിക്കാൻ തുടങ്ങുന്നു. അവരെല്ലാവരും അവരുടെ റിച്ച് ലൈഫ് സ്റ്റൈല് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുന്നത് കാണുന്നു. ഇത് കണ്ട് ഈസി ആയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഒരു വലിയ കൂട്ടം ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് കമ്മ്യൂണിറ്റിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതേപോലെ മത ആചാരങ്ങൾ, വിവാഹം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് പണത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം. ഈ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കിട്ടാത്ത ഒരു ഇടത്ത് പണം ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആളുകൾ ഇടപെടാൻ തുടങ്ങും. ഏറ്റവും കൂടുതൽ
ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. കൂടുതലും പിടിക്കപ്പെടുന്നത് കാരിയർമാരെയാണ്. ഈ കാരിയർമാർ കൂടുതലായും ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സ്വർണ്ണക്കടത്തിന്റെ മെയിൻ ആളുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാരിയർമാരെ അതിലേക്ക് നയിക്കുന്ന ജീവിത അവസ്ഥകളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ കൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം PV അൻവർ MLA പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ജാതി മത പരിപാടികളെ കുറിച്ചിട്ട് ആരും വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. കുറച്ച് ഭാഗങ്ങളായിട്ട് കൊണ്ടുവരുന്ന കാരിയർമാരായിട്ടുള്ള പാവങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു കേസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ കുറ്റക്കാരാക്കുന്നതിനകത്ത് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും സമുദായപരമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കാരിയർമാരെ പിന്തിരിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൽ. അത് ആ വെൽത്ത് ഗ്യാപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആളുകളിൽ ചിലരോട് ഈ വെസ്റ്റേൺ യൂണിയൻ വഴിയൊക്കെ പൈസ അയക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചു. അവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടായിരുന്നതുകൊണ്ട് എനിക്ക് സഹായം വേണ്ടിയിരുന്നു. അപ്പോഴാണ് അവർ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചിട്ടും അതിൻ്റെ ഒരു കൺവീനിയൻസിനെ കുറിച്ചിട്ടും പറഞ്ഞത്. അവർക്ക് ശമ്പളം കിട്ടിയില്ല എങ്കിൽ കൂടെ അവർക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പണം കൊണ്ടുവന്ന് എത്തിക്കാൻ ആളുണ്ട്. അതത്രയധികം കൺവീനിയൻ്റ് ആണ്. പണം ഇവിടെ കൊടുത്താൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ട, നമ്മുടെ വീട്ടിൽ പറയുന്ന സമയത്ത് പണം എത്തുന്നു, ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് ഇവിടെ പേ ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ അതിനെ ഒരു കൺവീനിയൻസ് ആയിട്ട് നോക്കിക്കണ്ട് അതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു യുവത്വവും അവിടെ ഉണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ തെറ്റുമില്ല. അതിൽ ഒരു പ്രദേശത്തെ പ്രബല സമുദായത്തെ ഉൾപ്പെടുത്തുന്നതിനകത്തും പ്രശ്നമൊന്നുമില്ല. അത് പുറത്തു നിന്നുള്ള ഒരാൾ പറയുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നം വന്നത്. ഇതിപ്പോൾ KT ജലീൽ MLA പറയുമ്പോൾ അദ്ദേഹത്തിന് അത് പറയാനായിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. അദ്ദേഹം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഇത് കേൾക്കുന്ന സമയത്ത് വേറെ ഒരു രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുന്ന സംഘപരിവാർ പ്രചാരണ മാധ്യമങ്ങൾ ഉണ്ടാവാം. മലപ്പുറത്തെ ഒറ്റപ്പെടുത്താനായിട്ട് രാജ്യവ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് കേരളത്തിലുള്ള തൊഴുത്തിൽ കുത്തി സംഖ്യകളും അതിൻ്റെ കൂടെ കൂടിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന വിദ്വേഷ പ്രചരണങ്ങളെ കേരളം എന്ന് പറയുന്ന ഒരു വികാരത്തിൽ നമ്മൾ എതിർക്കണം. അവിടെ ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്തികളെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. പക്ഷേ നമ്മളുടെ ഒരു സംസ്ഥാനത്തിനെതിരെ വരുന്ന ന്യായമായിട്ടുള്ളൊരു വിമർശനത്തിൽ നമ്മൾ പ്രാദേശികമായിട്ട് തന്നെ ഇടപെടലുകൾ നടത്തണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കിതാണ് പറയാനുള്ളത്. ഈ ഒരു വെൽത്ത് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, മേഖലകളിലുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന കാര്യം ആ ഒരു മേഖലയിലുള്ള ചെറുപ്പക്കാർ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.